ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂൺ 5 വിശുദ്ധ ബോണിഫസ്. ജർമ്മനിയുടെ അപ്പസ്തോലികനായി അറിയപ്പെടുന്ന മെത്രാനാണ് വിശുദ്ധ ബോണിഫസ്. ഇംഗ്ലണ്ടിലെ ഡയവൺഷെയറിൽ ജനിക്കുകയും ഇംഗ്ലണ്ടിൽ തന്നെ വിദ്യാഭ്യാസം നടത്തുകയും ചെയ്ത ബോണിഫസിന്റെ യഥാർത്ഥ പേര് വിൽഫ്രഡ് എന്നായിരുന്നു. ഗ്രിഗറി ദ്വിതീയൻ മാർപ്പാപ്പയാണ് ബോണിഫസ് എന്ന പേര് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഒരു പറ്റം ക്രൈസ്തവ സന്യാസികളുടെ സ്വാധീനത്തിലാണ് വിൽഫ്രഡ് പുരോഹിതനാകാൻ തീരുമാനിക്കുന്നത്. 30-ാം വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. ജർമ്മനിയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്താനാണ് അദ്ദേഹം ചുമതലപ്പെട്ടത്. നിരവധി പേരെ ക്രിസ്തുവിന്റെ അനുയായികളായി മാറ്റിയെന്നതാണ് വിൽഫ്രഡിന്റെ ഏറ്റവും വലിയ നേട്ടം. ഗ്രിഗറി തൃതീയൻ, സെക്കറി തുടങ്ങിയ മാർപ്പാപ്പമാരുടെ കീഴിലും അദ്ദേഹം പ്രവർത്തിച്ചു. മെത്രാനായി നിയമിച്ചപ്പോഴാണ് ബോണിഫസ് എന്ന പേര് മാർപ്പാപ്പ നൽകുന്നത്. ഒരു വിശുദ്ധനായാണ് ബോണിഫസിനെ എല്ലാവരും കണ്ടിരുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരം കണ്ടെത്തി. ജീവിത രീതികളിലും ഒരു വിശുദ്ധനെ പോലെ തന്നെ ആയിരുന്നു. ജർമ്മനിയിലും ഹോളണ്ടിലും അക്കാലത്ത് അക്രൈസ്തവ മതങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. പ്രാചീനമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള അവരെല്ലാം വിഗ്രഹാരാധന, മനുഷ്യബലി തുടങ്ങിയവ ചെയ്തു പോന്നവരായിരുന്നു. ബോണിഫസ് ഇവരെയെല്ലാം മാനസാന്തരപ്പെടുത്തി യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു. ഒരിക്കൽ ബോണിഫസ് ഓക്കുതടി കൊണ്ട് നിർമ്മിച്ച ജുപ്പിറ്റർ ദേവന്റെ പടുകൂറ്റൻ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിൽ കടന്നു ചെന്നു. തടികൊണ്ടുള്ള ആ ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ട് ശുഭിതനായ ബോണിഫസ് ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഒരു മഴുവുമായി കടന്നു ചെന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ തടി ദൈവം തകർന്നു വീണു. നിങ്ങളുടെ ദൈവം എന്റെ ഈ മഴുവിൽ അവസാനിച്ചു. ഒരിക്കലും തകർക്കപ്പെടാനാവാത്ത ശക്തനായ ദൈവമാണെന്റേത്, ബോണിഫസ് വിളിച്ചു പറഞ്ഞു. ജനങ്ങളിൽ ചിലർ പ്രതിഷേധ സ്വരമുയർത്തി ബോണിഫസിനെ നേരിടാൻ ചെന്നു. എന്നാൽ അവരിൽ നല്ലൊരു ശതമാനം പേരും അപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചു. ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും ബോണിഫസ് അക്രൈസ്തവ ദേവാലയങ്ങൾ നിർമ്മിച്ചു. അദ്ദേഹത്തെ സഹായിക്കാനായി ഇംഗ്ലണ്ടിൽ നിന്ന് നിരവധി വൈദികരും സന്യാസിനികളും എത്തി. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊപ്പം ജീവിച്ച് അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയായിരുന്നു ബോണിഫസിന്റെ രീതി. കേരളത്തിലെ നാടൻ കളികളിൽ ഒന്നായി കുട്ടിയും കോലും പോലൊരു കളി അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. ചെറിയ ഒരു മരക്കമ്പിലേക്ക് വലിയൊരു കമ്പ് എറിയുക എന്ന കളി. വലിയ കമ്പ് പരിശുദ്ധാത്മാവും ചെറിയ കമ്പ് പിശാചുമാണെന്ന് വിവരിച്ച് ബോണിഫസ് അവർക്കൊപ്പം കളിക്കുമായിരുന്നു. ബോണിഫസിന്റെ ഇത്തരം ജനകീയ സുവിശേഷ പ്രചാരണത്തിലൂടെ ജർമ്മനിയിൽ വളരെ വേഗത്തിൽ ക്രിസ്തുമതം പ്രചരിക്കപ്പെട്ടു. ബോണിഫസിന്റെ ശത്രുക്കളും ഏറെയുണ്ടായിരുന്നു. ക്രിസ്തുമതം ശക്തി പ്രാപിച്ചതോടെ പിടിച്ചു നിൽക്കാനാവാതെ പിറകോട്ട് പോകേണ്ടി വന്ന പ്രാചീന മതങ്ങളുടെ പ്രചാരകർ അദ്ദേഹത്തെ വധിക്കാൻ തക്കം പാർത്തിരുന്നു. ഒരിക്കൽ ഒരു പ്രാർത്ഥനാ ചടങ്ങിൽ നിൽക്കവേ ആയുധധാരികളായി നിരവധി പേർ ചാടി വീണു. ബോണിഫസിനെയും കൂടെയുണ്ടായിരുന്ന സന്യാസിനികളെയും വൈദികരുമടക്കം 52 പേരെ അവർ വധിച്ചു.